1955 ജൂലൈ 2-ന് ന്യൂയോർക്ക് സിറ്റിയിൽ നിന്ന് മിയാമിയിലേക്കുള്ള ഒരു വിമാനത്തിൽ 57 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളുമുള്ള ഒരു പാൻ ആം ഡഗ്ലസ് -4 ഒരു തുമ്പും കൂടാതെ അപ്രത്യക്ഷമായി എന്ന് വ്യാജമായി ആരോപിക്കുന്നു. 30 വർഷത്തിനു ശേഷം വിമാനം കാരക്കാസിനടുത്ത് വീണ്ടും കണ്ടു. അവിടെ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം വിമാനം ഉടൻ തന്നെ വീണ്ടും പറന്നുയർന്നു, ഒടുവിൽ മിയാമിയിലെ യഥാർത്ഥ ലക്ഷ്യസ്ഥാനത്ത് ലാൻഡ് ചെയ്തു. ഈ കേസിനെക്കുറിച്ചുള്ള 2019-ലെ ഒരു യൂട്യൂബ് വീഡിയോ ദശലക്ഷക്കണക്കിന് പേർ കണ്ടു. ഇന്റർനെറ്റ് ഫോറങ്ങളിൽ ഇത് ഒരു വേംഹോളിലൂടെയുള്ള കാലത്തിലൂടെയുള്ള യാത്രയാണോ എന്നതിനെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായിരുന്നു. 3 പ്രാവശ്യം പ്രസിദ്ധീകരിച്ച വാർത്തകൾ ഒരു പത്രമായ വീക്ക്ലി വേൾഡ് ന്യൂസിൽ നിന്നുള്ള ഒരു തട്ടിപ്പാണെന്ന് നിരവധി വസ്തുതാ പരിശോധകർ തെളിയിച്ചിട്ടുണ്ട്. വിമാനത്തിന്റെ ആരോപണവിധേയമായ ചിത്രം ഒരു ടൂർ എയർലൈൻ്റെ -4-ന്റെ ഫോട്ടോയാണ്. വെനസ്വേലൻ എയർ ട്രാഫിക് കൺട്രോളറായ ദൃക്സാക്ഷിയുടെ ഫോട്ടോ പ്രതിവാര വേൾഡ് ന്യൂസിന്റെ വിവിധ ലേഖനങ്ങളിൽ വ്യത്യസ്ത ആളുകളെ കാണിക്കുന്നു. കൂടാതെ പത്രങ്ങളിലോ സിവിൽ എയറോനോട്ടിക്സ് ബോർഡ് അപകട റിപ്പോർട്ടുകളിലോ സംഭവത്തിന്റെ സമകാലിക ഉറവിടങ്ങളൊന്നുമില്ല. കൂടാതെ പാൻ ആം ഉൾപ്പെടെ നിർമ്മിച്ച ഇത്തരത്തിലുള്ള 1244 മെഷീനുകളിൽ ഒന്നിൽ ഇത്തരമൊരു സംഭവം നടന്നതായി -4-ന്റെ മുഴുവൻ പ്രൊഡക്ഷൻ ലിസ്റ്റുകളിലും ഒരു സൂചനയും ഇല്ല. എങ്കിലും ഈ കഥ ഇന്റർനെറ്റിൽ ജനപ്രിയമായി ഇപ്പോഴും തുടരുന്നു. 2018-ൽ യുഎസ് ബ്രോഡ്കാസ്റ്റർ NBCയിൽ മാനിഫെസ്റ്റ് എന്നു പേരായ ഒരു സീരീസ് പ്രത്യക്ഷപ്പെട്ടു. ആരോപണവിധേയമായ ഈ സംഭവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ് പരമ്പരയിലെ കഥ.